എല്ലാവർക്കും പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സമാന്തര വരകൾ എന്ന പാഠത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ്. പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഇവിടെ ഒരു ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്, കണ്ടോ? എന്താ ക്വസ്റ്റ്യൻ? ചുവടെ കാണിച്ചിരിക്കുന്ന ത്രികോണം വരയ്ക്കുക അല്ലെ. ഈ ത്രികോണം വരയ്ക്കണം. എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? നോക്കിയേ, ആദ്യം ഒരു നേർരേഖ വരക്കുക അല്ലെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ശ്രദ്ധിച്ചോ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വളയാൻ പാടില്ല. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അതിനുശേഷം എന്തെടുക്കണം? പ്രൊട്രാക്ടർ. കണ്ടോ, ഇതില് എൻ്റെ മട്ടും പ്രൊട്രാക്ടറും ഒന്നിച്ചുള്ളത്. ഇതിൽ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ പോയിന്റിൽ വെക്കുക. കണ്ടോ, ഈ പോയിന്റിൽ വെച്ചു. എന്നിട്ട് എത്ര അടയാളപ്പെടുത്തണം നോക്കിയേ? 40 ഡിഗ്രി അല്ലേ. അപ്പൊ ഇങ്ങോട്ട് ഈ ദിശയിലേക്ക് 40 ഡിഗ്രി പോയിന്റ് അടയാളപ്പെടുത്തണം. കണ്ടോ, അടയാളപ്പെടുത്തി അതിനുശേഷം എന്ത് ചെയ്യാം? സ്കെയിൽ വെച്ചിട്ട് അങ്ങോട്ടൊരു വര വരച്ചു കൊടുക്കുക. ഈ കോണറിൽ ഇങ്ങോട്ടൊരു വര നീട്ടി വരച്ചു. കണ്ടില്ലേ? ഇതെത്രയാണെന്ന് അറിയാം? 40 ഡിഗ്രി. അതിനുശേഷം എത്ര ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്? ഇവിടെ വരുന്നത് 60 ഡിഗ്രി അല്ലേ. 60 ഡിഗ്രി ആകുമ്പോൾ ഇങ്ങനെ നോക്കുക. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് വര ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി നോക്കുക. ഇവിടെ വരല്ലേ, ഇവിടെയാണ് 60 ഡിഗ്രി വരുന്നത്. കണ്ടോ, ഇവിടെ 60 ഡിഗ്രി. 60 ഡിഗ്രി അടയാളപ്പെടുത്തി അതിനുശേഷം ആ പോയിന്റ് ഇങ്ങോട്ട് വരക്കുക. ഈ പോയിന്റിലൂടെ ഇങ്ങോട്ട് നീട്ടി വരക്കും. കണ്ടോ, ഈ പോയിന്റിലൂടെ ഞാൻ നീട്ടി വരച്ചു. കണ്ടില്ലേ? ഇതെത്ര കിട്ടി നമുക്ക്? 60 ഡിഗ്രി എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഈ കോണാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ ഈ കോണിന്റെ പേര് കൊടുക്കുന്നത് എന്താ? എ ബി സി. എ ബി സി എന്നത് ത്രികോണമാണ്. നമുക്കറിയാം, ഒരു ത്രികോണത്തിലെ ആകെ കോണുകളുടെ തുക അല്ലേ. ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? പഠിച്ച കാര്യമാണ് അല്ലേ. ഓരോ ചിത്രം വരക്കുമ്പോഴും ഇത് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. എത്രയാണ് ഒരു ത്രികോണത്തിലെ ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത്? എത്രയാണ്? തുക സമം എത്രയാ? 180 ഡിഗ്രി. മനസ്സിലായില്ലേ? ഒരു ത്രികോണത്തിലെ ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി അല്ലേ. തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി. ഒരു ത്രികോണത്തിലെ ആകെ കോണുകളുടെ തുക എന്നത് എത്രയാണ്? 180 ഡിഗ്രി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ എത്ര കോണുണ്ട്? 3 കോണുകളുണ്ട് അല്ലേ. ഏത് കോണാണ് കണ്ടുപിടിക്കേണ്ടത്? ബി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി ഈക്വൽ ടു എത്രയാണ്? 180 ഡിഗ്രി അല്ലേ. ഇനിയോ കോൺ എ എത്രയാ? 40 പ്ലസ് ബി അറിയില്ല, ബി അങ്ങനെ എടുത്തെഴുതി. സി എത്രയാണ്? 60 ഈസ് ഈക്വൽ ടു 180. ഇനിയോ ഈ 40 60 കൂട്ടിയാൽ എത്ര? 100 അല്ലേ. പ്ലസ് 100 ഈസ് ഈക്വൽ ടു 180. കോൺ ബി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഈ കോൺ ബിനെ അവിടെ വെച്ചിട്ട് ഈ അഡ്ഡ് എന്ത് ചെയ്യുക? സമത്തിനപ്പുറം കൊണ്ടുപോകും. അപ്പൊ എന്ത് വരും? 180 മൈനസ് 100. മനസ്സിലായില്ലേ? അപ്പൊ കോൺ ബി എത്ര കിട്ടി? കോൺ ബി സമം 80 ഡിഗ്രി. മനസ്സിലായില്ലേ? 80 ഡിഗ്രി. അപ്പൊ കോൺ ബി എത്രയാണ്? 80 ഡിഗ്രി. സിമ്പിൾ അല്ലേ. നമുക്ക് ഈ ത്രികോണത്തിലെ നിയമമാത്രം അറിഞ്ഞിരുന്നാൽ മതി. അകക്കോണുകളുടെ തുക എത്രയായിരിക്കും? 180 ഡിഗ്രി. അപ്പൊ നമുക്ക് 2 വർഷം തന്ന 3ാമത്തെ വർഷം കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചിത്രത്തിൽ ചതുരത്തിനകത്ത് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. എന്താ ക്വസ്റ്റ്യൻ? ചിത്രത്തിൽ ചതുരത്തിനകത്ത് ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. ആ ത്രികോണത്തിൽ എന്ത് കണക്കാക്കണം? കോണുകൾ കണക്കാക്കണം. നോക്കിയേ, ഇവിടെ 40 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ 25 ഡിഗ്രി തന്നിട്ടുണ്ട്. നമുക്ക് ഏത് കോണുകളാണ് കാണേണ്ടത്? ഈ കോണുകളാണ് കാണേണ്ടത്. മനസ്സിലായില്ലേ? ഈ കോണുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം? ഇവിടെ ശ്രദ്ധിക്ക്, ഞാനിവിടെ ഒരു ചതുരം വരക്കുന്നത്. കണ്ടോ, ഇവിടെ ചതുരം വരച്ചു. ഇത് കോണുകൾ കണ്ടുപിടിക്കാൻ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞിരുന്നതാണ്. സാധാരണ ചതുരമാണ് കേട്ടോ. ഒരു ചതുരം വരച്ചു. കണ്ടില്ലേ? നമുക്കറിയാം, ഈ ചതുരത്തിന്റെ ഈ 4 മൂലകളുടെ കോണുകൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് മട്ടമല്ലേ. നോക്കിയേ,
ഇത് നല്ല ലംബവശം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവുകളെല്ലാം എത്രയായിരിക്കും? 90 ഡിഗ്രി. 4 മൂലകൾ എത്ര തന്നെയാണ്? 90 ഡിഗ്രി. മനസ്സിലായില്ലേ? സമചതുരല്ല, ചതുരത്തിന്റെ സമചതുരായാലും ചതുരായാലും 4 മൂലകൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇതെന്താണ്? 90 ഡിഗ്രി അല്ലേ? അതെ. ഇതോ? ഇതും 90 ഡിഗ്രി. നോക്കിയേ, ഇത് രണ്ടും ചേർന്നാലാണ് എത്ര കിട്ടല്? 90 ഡിഗ്രി അല്ലേ? ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 40 തന്നിട്ടുണ്ട്. അപ്പൊ ഇത് എത്രയായിരിക്കും? ഈ കോൺ എന്ന് പറയുന്നത് 90 മൈനസ് 40 എത്രയായിരിക്കും? 50 ഡിഗ്രി. അപ്പൊ ഇത് എത്ര കിട്ടും? നമുക്ക് 50 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ? അതേപോലെ ഇത് ശ്രദ്ധിച്ചേ, ഇത് എത്രയായിരിക്കും? ഇത് എന്ന് പറയുന്നത് ഇത്രയും നമുക്കറിയാം എത്രയാണ്? 90 ഡിഗ്രി. അപ്പൊ ഈ കോണളവ് എത്രയായിരിക്കും? ഈ കോണളവ് വരുന്നത് 90 ഡിഗ്രി മൈനസ് 25 ഡിഗ്രി. നോക്കാം, 90 മൈനസ് 25 എത്ര? നോക്കിയേ, 10 5 കുറച്ചാൽ 5 അല്ലേ? 8 2 പോയാലോ 6. അപ്പൊ ഇത് എത്ര കിട്ടും? 65 ഡിഗ്രി. അപ്പൊ ഇത് എന്ന് പറയുന്നത് 65 ഡിഗ്രി കിട്ടി. 65 ഡിഗ്രി. മനസ്സിലായില്ലേ? എളുപ്പത്തിൽ ഇപ്പൊ മനസ്സിലായില്ലേ? ഈ ചതുരത്തിന്റെ മൂലക്കുള്ള 4 കോണുകളും എന്തുകൊണ്ടാണ്? മട്ടക്കോണാണ്. 90 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് മൊത്തം എത്രയാണ്? 90 ആണ്. അപ്പൊ ഈ കോൺ എത്രയായിരിക്കും? ഈ 90ൽ നിന്ന് 40 മൈനസ് ചെയ്തതായിരിക്കും, കുറച്ചതായിരിക്കും ഈ കോൺ. അപ്പൊ ഈ കോൺ എത്ര കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ? വായിച്ചിട്ട് വൃത്തിക്കായിരിക്കാം. ഇത് എത്രയായി? 50 ഡിഗ്രി. മനസ്സിലായില്ലേ? അതേപോലെ ഇത് എന്ന് പറയുന്നത് എത്രയാ? 65 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ ഇത് എത്രയായിരിക്കും അല്ലേ? ഇനിയാണ് നമ്മൾ ത്രികോണത്തിന്റെ എന്താണ് റൂള് ഉപയോഗിക്കുന്നത്, നിയമം ഉപയോഗിക്കുന്നത്. എന്താ? നമുക്കറിയാം, ഒരു ത്രികോണത്തിലെ ആകെ കോണുകളുടെ തുക സമം എത്രയായിരിക്കും? 180 ഡിഗ്രി അല്ലേ? അതെ. അപ്പൊ ഞാൻ ഇനി വശത്തിന് ഞാൻ പേര് കൊടുക്കുന്നുണ്ട്. ഇനി എ കൊടുത്തു, ഇത് ബി കൊടുത്തു, ഇത് സി കൊടുത്തു. മനസ്സിലായില്ലേ? ഈ ത്രികോണത്തിന്റെ വശത്തിന് മാത്രം ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്? പേര് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് എഴുതാം, കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം എത്രയാണ്? 180 ഡിഗ്രി ആയിരിക്കണം അല്ലെ? കോൺ എ എത്രയാ? കോൺ എ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചില്ല. എത്രയാണ് കോൺ എ എന്ന് പറയുന്നത്? കോൺ എ 50 ഡിഗ്രി. അപ്പൊ 50 ഡിഗ്രി പ്ലസ് കോൺ സിയോ 65 ഡിഗ്രി. കോൺ ബി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പൊ കോൺ ബി അങ്ങനെ തന്നെ എഴുതാം. കോൺ സി എന്ന് പറഞ്ഞാല് 65 ഡിഗ്രി സമം 180 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യാം? 65 50 കൂട്ടി നോക്ക്. 65 കൂട്ടണം 50 എത്ര കിട്ടും? 5 6 5 115 ഡിഗ്രി. അപ്പൊ കോൺ ബി പ്ലസ് 115 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 അല്ലേ? ഇനി കോൺ ബി മാത്രം ഇവിടെ വെക്കുക. ഈ 115നെ സമത്തിന് അപ്പുറം കൊണ്ടുപോകുക. അപ്പൊ എന്ത് വരും? 180 മൈനസ് 115 ഡിഗ്രി അല്ലേ? ഇനി 180 115 കുറച്ച് നോക്കിക്കോ, എത്ര കിട്ടും നോക്കിക്കോ. 0 ന്ന് 5 കുറക്കാൻ പറ്റൂല. അപ്പൊ ഇവിടെ നിന്ന് കണ്ടെടുത്തു. 10 5 പോയാൽ എത്ര? 5. 8 ഇവിടെ 8 കൊണ്ട് കണ്ടെടുത്തില്ല. ഇവിടെ ബാക്കി 7 ആണ്. 7 1 പോയാൽ 6, 1 പോയാൽ 0. 65 എത്ര കിട്ടി? 65 ഡിഗ്രി. അപ്പൊ കോൺ ബി എത്രയായിരിക്കും? 65 ഡിഗ്രി. കൂട്ടി നോക്കാം. എല്ലാ കോണുകളും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 150 കിട്ടണം. കൂട്ടി നോക്കിയേ. 65 കൂട്ടണം എത്രയാ? 50. 5 5 10 അല്ലേ? 1 ശിഷ്ടം. 6 6 12 12 5 17 1 18 അല്ലേ? അപ്പൊ 150 കിട്ടുന്നുണ്ട്. അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന്? ഇതൊരു ചതുരായത് കൊണ്ട് തന്നെ 4 മൂലകളും എന്താ വട്ടമായിരിക്കും അല്ലെ? വട്ടക്കോണായിരിക്കും. അതുകൊണ്ട് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്, 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തം 90 ഡിഗ്രി ആകുമ്പോൾ ആ 90ൽ നിന്ന് 40 കുറച്ചാൽ മതി. അപ്പൊ ഇവിടുത്തെ കോൺ കിട്ടും. അതുപോലെ തന്നെ ഇവിടെയും. മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. ഒന്ന് ചിന്തിച്ച് ചെയ്താൽ മാത്രം മതി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചിത്രത്തിലെ സാമാന്തരികത്തിനകത്ത് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. കണ്ടോ? ഇതൊരു സാമാന്തരികമാണ് അല്ലേ? ABCD എന്നതൊരു സാമാന്തരികമാണ്. ഇവിടെ ഒരു കോൺ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു കോൺ തന്നിട്ടുണ്ട്. ഈ സാമാന്തരികത്തിന്റെ അല്ലെ ഒരു മൂലത്തെ കോൺ 110 ഡിഗ്രി, വലിയ കോൺ എന്ന് പറഞ്ഞാൽ 110 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്.
നമുക്ക് എന്ത് ചെയ്യണം? ഈ ചെറിയ കോൺ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ ത്രികോണത്തിന്റെ അകത്തുള്ള കോണുകളും കണക്കാക്കണം. ആദ്യം എന്ത് ചെയ്യുക? ഓക്കെ, മനസ്സിലാവാൻ വേണ്ടിയിട്ടാ ഞാൻ ഇതൊന്ന് നീട്ടി വരക്കുന്നത്. കണ്ടോ, നമ്മുടെ സാമാന്തരികം ഒന്ന് നീട്ടി വരക്കണം. ശ്രദ്ധിച്ചോ, ഇങ്ങനെ ഞാൻ നീട്ടി വരച്ചു. കണ്ടോ? അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് 110 ഡിഗ്രി അല്ലേ? നമുക്കറിയാം, രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുകയാണെങ്കിൽ അതിന്റെ സമാന കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഇത് 110 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കൂലേ? അതെ. അപ്പൊ ഇത് 110 ആണ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം, എതിർ കോണുകൾ, ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ എത്ര കിട്ടണം? 150 ഡിഗ്രി കിട്ടണം അല്ലേ? ഒരു സാമാന്തരികത്തിലെ ചെറിയ കോണും വലിയ കോണും കൂട്ടിയാൽ എത്ര കിട്ടണം? 150 ഡിഗ്രി കിട്ടണം അല്ലേ? അതാണ് റൂള്. നോക്കിയേ, ഇവിടെ എത്രയാണ്? ഇത് എന്ന് പറഞ്ഞാൽ എത്രയാ? 110 ഡിഗ്രി. അപ്പൊ ഇത് എത്രയായിരിക്കും? 110 ഡിഗ്രി. അപ്പൊ എത്രയെന്ന് കുറക്കണം? 150 മൈനസ് 110 ഡിഗ്രി അല്ലേ? രണ്ടും കൂട്ടി എത്ര കിട്ടണം? 150 ഡിഗ്രി അല്ലേ? ഇവിടെ വലിയ കോൺ എത്ര തന്നിട്ടുണ്ട്? 110 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് 150 നമ്മൾ എത്ര കുറച്ചു? 110 കുറച്ചപ്പോൾ എത്ര കിട്ടി? 70 ഡിഗ്രി കിട്ടി. അപ്പൊ വലിയ കോൺ 110 അല്ലേ? ഇത് വലിയ കോണാണ്, ഇത് ചെറിയ കോണാണ്. അപ്പൊ ഇത് എത്ര കിട്ടി? 70 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ? നമുക്കറിയാം, ഒരു സാമാന്തരികത്തിലെ എതിർകോണുകൾ തുല്യമായിരിക്കും. ഇത് 110 ആണെങ്കിൽ ഇത് 110 ആയിരിക്കും. ഇത് 70 ആണെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും? 70 ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ഈ കോൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ കോൺ ടോട്ടൽ എത്രയാണ്? 70 ഡിഗ്രി അല്ലേ? അപ്പൊ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 70 മൈനസ് 30 എത്ര കിട്ടും? 40 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇത് നമ്മൾ എത്ര കിട്ടി? 40 ഡിഗ്രി. അതുപോലെ തന്നെ ഇതെങ്ങനെ കിട്ടും? നോക്കിയേ, ഇത് എത്രയാ? ഇവിടെ 60 ഡിഗ്രി അല്ലേ? ഇതിന്റെ എതിർക്കോൺ എത്രയാണ്? 110 ഡിഗ്രി അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? നോക്കിയേ, 110 ഡിഗ്രി മൈനസ് എത്രയാണ്? 60 ഡിഗ്രി. എത്ര കിട്ടും? 110 60 കുറച്ചാല് മൈനസ് 60. 0 11 4 പോയാല് 5. അപ്പൊ എത്ര കിട്ടി? 50 ഡിഗ്രി അല്ലേ? അപ്പൊ ഇത് എത്രയായിരിക്കും? 50 ഡിഗ്രി. അപ്പൊ ഇവിടെ 40 ഡിഗ്രി കിട്ടി, 50 ഡിഗ്രി കിട്ടി. ഏതാ ത്രികോണം? AED അല്ലെങ്കിൽ ADE എന്ന് പറഞ്ഞ ത്രികോണം മൂന്നാമത്തെ കോണാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം, ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാലേ നേരത്തെ പഠിച്ചതാണ്. കോണുകളുടെ ആകെ തുക സമം എത്രയാണ്? 150 ഡിഗ്രി അല്ലേ? അപ്പൊ ഏതൊക്കെയാ കോൺ? കോൺ A പ്ലസ്, കോൺ B പ്ലസ്, കോൺ E സമം എത്ര കിട്ടണം? നമുക്ക് 150 ഡിഗ്രി കിട്ടണം. നോക്കിയ കോൺ A എത്രയാണ്? കോൺ A എന്ന് പറയുന്നത് 40 ഡിഗ്രി. 40 ഡിഗ്രി പ്ലസ് കോൺ D 50 ഡിഗ്രി. 50 ഡിഗ്രി പ്ലസ് കോൺ E ഈക്വൽ ടു 150 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇതാണ് ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? ഇനി ശ്രദ്ധിച്ചോ, 40ഉം 50 എത്രയാണ്? 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി പ്ലസ് കോൺ E ഈക്വൽ ടു 150 ഡിഗ്രി. കോൺ E ഈക്വൽ ടു എത്ര കിട്ടും? 150 മൈനസ് 90 ഡിഗ്രി. എത്ര കിട്ടി? കോൺ E സമം 90 ഡിഗ്രി. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ കോൺ E എത്ര കൊടുക്കാം? 90 ഡിഗ്രി. സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? വരകൾ നീട്ടി വരച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇന്നത്തെ മൂന്ന് കണക്ക് നമ്മൾ ഇന്ന് ചെയ്തു. ഈ 3 കണക്കും സിമ്പിളാണ്. എല്ലാം എന്ത് കണ്ടുപിടിക്കാനുള്ളതാണ്? ഒരു ത്രികോണത്തിലെ 2 വശങ്ങൾ തന്നിട്ട് മൂന്നാമത്തെ വശം കണ്ടുപിടിക്കേണ്ട പ്രവർത്തിയാണ് അല്ലേ? പ്രവർത്തനങ്ങളാണ്. ഇനി ഇന്നത്തെ ഈ പഠിപ്പിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ
കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇത് ചെയ്തിട്ട് തന്നെ പഠിക്കണം. ചിത്രം വരക്കുന്നതെല്ലാം 2-3 പ്രാവശ്യം സംഖ്യകൾ കോൺ ഡിഗ്രി എല്ലാം മാറ്റി മാറ്റി വരച്ച് ചെയ്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് എന്തായാലും 2 ക്വസ്റ്റ്യൻ എന്തായാലും ഷുവറായിട്ട് വരും. നന്ദി, നമസ്കാരം.